എന്തായാലും കാലം കാത്തുവെച്ച ഒരു മധുരപ്രതികാരം തന്നെയായിരുന്നു ഈ ഒരു ദേവദൂതൻ എന്നൊരു മൂവി. അതിന് പിന്നെ അത് മരിച്ചുപോയി, അത് അടക്കപ്പെട്ടു. ഇനി ഒരു റീഇൻകാർണേഷൻ ഇല്ല, അല്ലെങ്കിൽ റീബർത്ത് ഇല്ല എന്ന് ചിന്തിച്ചു പോയൊരു അവസ്ഥയുണ്ടല്ലോ. അതിൽ നിന്നും അത് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് 24 വർഷത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുകയാണ്. പക്ഷെ അപ്പോൾ നമ്മളുടെ ഒരു ബാധ്യത എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കൊമേഴ്ഷ്യൽ ലാല് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടോൺ മാറണമല്ലോ. അപ്പം അതിനെക്കുറിച്ച് കൊമേഴ്ഷ്യൽ തന്നെ ആക്ഷനും ഹ്യൂമറും ഒക്കെ വേണമെന്നുള്ള നമ്മളുടെ ഒരു മിസ്കൺസെപ്ഷനാണ് അത് ശരിക്കും. ലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാൽ അങ്ങനെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തോ നിത്യജീവിതത്തിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ലാല് നിത്യജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ സ്ക്രീനിൽ ഏറ്റവും ഭംഗിയായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം പുള്ളി നമ്മളെക്കാളും പെർഫെക്റ്റായിട്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് അത് ചെയ്യാണ്. എന്തോ മഹാനുഭാവുവിനെ പറ്റി വിദ്യാസാഗർ തന്നെ പറയുന്നത്, ഇത്രമാത്രം സമയമെടുത്ത് നൊട്ടേഷൻസ് എഴുതി, 1 മാസത്തോളം ആ പാട്ടിന് വേണ്ടി മാത്രം അദ്ദേഹം നൊട്ടേഷൻസ് എഴുതാൻ വേണ്ടി മാത്രം എടുത്തു എന്നുള്ളതാണ്. ഫസ്റ്റ് ഫിലിം എനിവൺ ക്യാൻ ഡു, കാരണം നമ്മുടെ കുറേ മരുന്നുണ്ടാവും, അതങ്ങ് കത്തിച്ച് തീരും. രണ്ടാമത്തെ പടത്തിനുള്ള മരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. റീ റിലീസ് ചെയ്ത ചരിത്രം സൃഷ്ടിച്ച ഒരു സിനിമയാണ് ദേവദൂതൻ. 24 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വീണ്ടും അത് ആഘോഷമായപ്പോൾ സാറിന് എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതൊരു റീബർത്ത് ആണ്. നമ്മൾ 2000 സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ഡിസാസ്റ്റർസ് ഫ്ലോപ്പ് ആയിരുന്നു അത്. എന്നാൽ എൻ്റെ ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു അന്ന്. 17 വർഷം, 83 ഞാൻ എഴുതിയൊരു ഞങ്ങൾ വർക്ക് ചെയ്തെടുത്തൊരു കഥ 17 വർഷങ്ങൾക്ക് ശേഷം സിനിമയാക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യപ്പെടുകയും നമ്മളെ വല്ലാതെ തകർത്ത് കളയുകയും ചെയ്തതാണ്. അതിന് പിന്നെ അത് മരിച്ചുപോയി, അത് അടക്കപ്പെട്ടു. ഇനി ഒരു റീഇൻകാർണേഷൻ ഇല്ല, അല്ലെങ്കിൽ റീബർത്ത് ഇല്ല എന്ന് ചിന്തിച്ചു പോയൊരു അവസ്ഥയുണ്ടല്ലോ. അതിൽ നിന്നും അത് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് 24 വർഷത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുകയാണ്. അപ്പോൾ പോലും നമ്മളിത് എങ്ങനെയാണ് ഇത് സ്വീകരിക്കപ്പെടുക എന്നുള്ളൊരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഈ 2000 ആ സിനിമ ഇറങ്ങുമ്പോൾ ജനിക്കാതിരുന്ന ഒരു തലമുറ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അവർ യൂട്യൂബിലായിട്ടും പലയിടത്തായിട്ടും ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ഈ സിനിമയെക്കുറിച്ച് അവർ പറഞ്ഞു തുടങ്ങി. അത് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള ഡിസ്കഷൻസ് അവരുടെ ഇടയിൽ നടക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ചിന്ത വന്നത്. അപ്പോൾ അതിന് നല്ല ക്വാളിറ്റിയുള്ള അതിൻ്റെ ഒരു നെഗറ്റീവ് കിട്ടുന്നു, സൗണ്ട് ട്രാക്ക് കിട്ടുന്നു. മലയാളത്തിലെ ആദ്യത്തെ പിന്നെ 6 ട്രാക്ക് ഒരു ക്വാളിറ്റിയിലുള്ള ഡോൾബി ക്വാളിറ്റിയിലുള്ള വർക്കാണത്. അപ്പോൾ അത്രയും ഒരു സൗണ്ട് ക്ലാരിറ്റിയോടുകൂടി, വിഷ്വൽ ക്ലാരിറ്റിയോടുകൂടി നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സക്സസിൻ്റെ ഒരു പ്രധാന ഘടകം. കാരണം അതിൻ്റെ കണ്ടന്റ് നാച്ചുറലി കണ്ടന്റിനെ പറ്റിയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ആ കണ്ടന്റ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും ഒരു അപ്ഡേഷൻ സംഭവിക്കണം. അന്ന് കണ്ട പോലെയല്ല, അന്ന് കണ്ടതിനേക്കാളും മികച്ച ഒരു ടെക്നിക്കൽ ഗ്രോത്ത് സിനിമകൾ, അത്തരം ആ വാല്യൂലുള്ള സിനിമകൾ കണ്ടുവരുന്ന ഒരു ജനറേഷന് മുമ്പിലേക്ക് നമ്മളതിന് ഏറ്റവും പുതുതായിട്ടുള്ള ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവരന്ന് നേരത്തെ ആ കണ്ടന്റിനെ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അതിൻ്റെ ഒരു റിലീസ് വരുമ്പോഴുള്ള അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റിയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് അത്രയും വലിയ സക്സസ് ആയത്. പിന്നെ എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി അതിന് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ചോ അല്ലെങ്കിൽ ട്രെയിലറുകൾ ഇറക്കിയോ എന്നതിനും അപ്പുറത്തേക്ക് പത്രപരസ്യങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയാണ് നമ്മൾ അതിനുവേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചത്. അതിന് വലിയ രീതിയിലുള്ള എഫേർട്ട് അതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. കോക്കേഴ്സിൻ്റെ ഒരു ടീം ഒരു കമ്മിറ്റഡായിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അതിന് നിന്ന് കൊടുത്തു. കാരണം അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെയാണല്ലോ അവർക്ക് അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ഉപയോഗിച്ച് ലാല് പോലും നന്നായിട്ട് അതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് കോഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് നമുക്കത് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് കൊടുത്ത എക്സ്പെക്റ്റേഷൻ പൂർണ്ണമായിട്ടും ശരിയാണ് എന്നുള്ള ഒരു റിസൾട്ട് ആ തിയേറ്ററിൽ കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും ദേവദൂതൻ സർ ആദ്യം എടുക്കാൻ വിചാരിച്ച ഒരു സിനിമയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന്റെ ആദ്യ സിനിമയായിട്ട് കാണേണ്ട ഒരു സിനിമയായിരുന്നു. പിന്നീട് അത് എന്താണ് സംഭവിക്കാതിരുന്നത്? 1989 അന്ന് ഞാൻ നവോദയയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം അതിന് തൊട്ട് മുമ്പ് ചെയ്ത അവരുടെ സിനിമ പടയോട്ടമാണ്. അത് മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമയാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത സിനിമ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട്, എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് നവോദയയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടാണുള്ള ഒരു ഓഫർ വന്നത്. അപ്പോൾ ആ സമയത്ത് അവർ പുതിയ ആൾക്കാരെ പരീക്ഷിക്കുക, സിനിമയിൽ തന്നെ ടെക്നിക്കലി പുതിയ കാര്യങ്ങൾ, അപ്പം ആദ്യത്തെ സിനിമ സ്കോപ്പ്, ആദ്യത്തെ 70mm എന്നൊക്കെ ചെയ്ത് അങ്ങനെ വളരെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരുപാട് അവിടെ ചെയ്യുന്നൊരു സമയത്ത് ഫാസിലിനെ വെച്ച്, ഫാസിൽ എന്ന് പറയുന്ന പുതിയ സംവിധായകൻ, മോഹൻലാലും ശങ്കറും എന്ന് പറയുന്ന പുതിയ ആക്ടേഴ്സ്, പൂർണിമ ജയറാം എന്ന പുതിയ ആക്ട്രസ്, ജെറി അഹമ്മദ് എന്ന് പറയുന്ന പുതിയ മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നൊരു ട്രെൻഡ് ഉണ്ടായത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു സിനിമ പുതിയ ആളെന്ന നിലയിൽ എന്നെ ഏൽപ്പിക്കാനായിരുന്നു. അപ്പം അതിനായിട്ട് ഇങ്ങനെ കുറേ കഥകളൊക്കെ ആലോചിച്ച് അവസാനം ഈ ഒരു കഥയുടെ ത്രെഡിലേക്ക് എത്തി. അപ്പോൾ അത് എഴുതാൻ ആരാണ് എന്നുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തത് പത്മരാജൻ സാറിനെയാണ്. പക്ഷെ പത്മരാജൻ സാർ ആ സമയത്ത് തിരക്കും കാര്യങ്ങളുമായിട്ടും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഘുനാഥ് പലേരിയിലേക്ക് എത്തുന്നത്. രഘുനാഥ് പലേരിയിലേക്ക് എത്താൻ കാരണം നവോദയ പുതിയ ടാലൻസിനെ അന്വേഷിച്ച്, റൈറ്റേഴ്സിനെ അന്വേഷിച്ചിട്ടുള്ള ഒരു പരസ്യമൊക്കെ ചെയ്ത് ന്യൂസ് പേപ്പറിലൂടെയൊക്കെ ഒരു അറിയിപ്പ് വന്നു. അപ്പോൾ അതിലേക്ക് വന്ന കുറേ ആൾക്കാരിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരാളായിരുന്നു രഘുനാഥ് പലേരി. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്ന് പത്മനാഭ സാറിന് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ജിജോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ ഒന്ന് വിളിച്ചു വരുത്താം, അയാളുടെ അഡ്രസ്സ് ഉണ്ട്, അന്നൊക്കെ കത്തിലൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ അയാളെ വിളിച്ചു വരുത്താം, അയാളുടെ അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. പുള്ളി വന്നു. അപ്പോൾ രഘു അതിന് മുമ്പ് അപ്പോഴത്തേക്കും 1-2 സിനിമകളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു കെ.പി. കുമാരൻ സാറിനോട് നേരം പുലരുമ്പോൾ എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അദ്ദേഹം മദ്രാസിലൊക്കെ കുറേ നസീമ എന്നൊക്കെ പറഞ്ഞ 1-2 സിനിമകൾക്ക് സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രഘു വരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ രഘുവായിട്ട് ആദ്യം കാണുന്നത്. അപ്പം അന്ന് തൊട്ടുള്ളൊരു സൗഹൃദമുണ്ട് ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള. അപ്പോൾ രഘു വന്നു. രഘുവുമായിട്ട് ഞങ്ങൾ ഇരുന്ന് ഏകദേശം ഒരു 5-6 മാസം ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി ആലപ്പുഴയിലെ ഒരു ഹോട്ടലിൽ. അതിൻ്റെ ഡിസ്കഷൻ സ്റ്റേജിലൊക്കെ ഇവരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫാസിലും ജിജോയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ എന്തുമാത്രമായി എഴുതിയെടുത്തോളം കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേൾക്കുക. അവരുടെയും കൂടെ ഒരു ഗൈഡൻസിലാണ് എഴുത്തൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ അതൊരു പ്രോജക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ ഒരു ഫൈനൽ അപ്രൂവൽ ഉണ്ടാവേണ്ടത് നവോദയ അപ്പച്ചൻ സാറിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിലേക്ക് അത് എത്തുന്നതിന് മുമ്പ് അവർ ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളൊരു ഘട്ടം. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് അങ്ങനെ പാതി വഴിയിൽ നിന്നുപോയി. അതിനുശേഷം പിന്നെ ഞാൻ കുറേ കാലം സിനിമയൊക്കെ ഇല്ലാതെ മാറി നിന്ന് പിന്നെ വീണ്ടും നവോദയയിൽ തന്നെ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഫാസിലിൻ്റെ കൂടെ വീണ്ടും നവോദയയിൽ തന്നെ വർക്ക് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ പ്രിയദർശൻ്റെ കൂടെ 2 സിനിമകളാണ്. പ്രിയനും ഞാൻ ഒരുമിച്ച് പടയോട്ടത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രിയൻ്റെ കൂടെ 2 സിനിമ ചെയ്തു. ആ സമയത്താണ് എൻ്റെ പുതിയ സിനിമ വരുന്നത്. പിന്നെ ഞാൻ മുത്താരംകുന്ന് പിയോ 1985 സംഭവിക്കുന്നു. അപ്പോഴൊക്കെ ഈ കഥ ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതെന്തെങ്കിലും നടക്കുമ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അങ്ങനെ ചിന്തിച്ചില്ല. കാരണം സംഭവിക്കാനില്ല, ആര് വരാനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിയാദിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സമ്മർ ഇൻ ബത്ലഹേം ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് അടുത്തൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടൊരു കഥ ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കുന്നതിൻ്റെ ഘട്ടത്തിൽ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്താലോ, ആർട്ടിസ്റ്റുകളെ നോക്കണ്ട, കഥ ഭയങ്കര ഗംഭീര ഡിഫറൻസ് ഉള്ളൊരു കഥ വേണം, അങ്ങനെയുള്ളതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പുതിയ ആൾക്കാരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ പറയും, ഇങ്ങനെ ഒരു കഥ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതുകൊണ്ടാണ് സംഭവിച്ചത്. ഈ 17 വർഷം മുമ്പ് ഞാൻ എഴുതിയൊരു കഥ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നമുക്ക് അത് നോക്കാം, എനിക്കതൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെന്നൈയിൽ എൻ്റെ ഫ്ലാറ്റിലുണ്ട്, ഉണ്ടാവണം, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ താനൊന്ന് ചെന്നൈക്ക് പോകാൻ പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ചെന്നൈയിൽ പോന്നു. അങ്ങനെ പഴയ അലമാരയൊക്കെ തപ്പിയെടുത്തപ്പോഴത്തേക്ക് ഒരു ഫയൽ കിട്ടി.
അതങ്ങ് ദ്രവിച്ചു തുടങ്ങിയൊരു ഫയലാണ്. അരികൊക്കെ പൊടിഞ്ഞൊരു മഞ്ഞ കളറായിട്ടുണ്ട്. ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിയാദും അങ്ങോട്ടേക്ക് വന്നു, രഘുവും വന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് വായിച്ചു. അതിനകത്തൊരു 7 വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ പ്രോട്ടോഗണിസ്റ്റ്. ആ കുട്ടിയിലൂടെ ആണ് ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്പിരിറ്റ്. ഒരു ബോർഡിംഗ് സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. അപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതൊരു ക്യാമ്പസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഈ സ്റ്റോറി. സ്കൂൾ എന്നുള്ളത് ക്യാമ്പസാക്കി ഒരു കോളേജ് ക്യാമ്പസിൻ്റെ ആ ഒരു ടീനേജേഴ്സിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അതിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോഹൻലാൽ ഈ കഥ കേൾക്കുന്നത്. എന്താണ് അടുത്ത പ്രോജക്റ്റ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ, സിയാദുമായിട്ട് ഒരിക്കൽ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് കഥ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തൊന്നും സിയാദ് പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാവുന്നത്, കോളേജിൽ പഠിക്കുന്ന 20 വയസ്സുള്ള കുട്ടികളൊക്കെ ഇല്ല, അതെങ്ങനെയാണ്? അങ്ങനെ ഞാനത് ഒബ്ജക്റ്റ് ചെയ്തു. പക്ഷെ സിയാദ് പറയുന്നത് അയാൾ ഇങ്ങോട്ട് വന്നിട്ടൊരു ഒരു ഡേറ്റ് തരുമ്പോൾ നമ്മളത് റെഫ്യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അതിന് വേറെ കഥ കണ്ടെത്താം. ഈ കഥയിൽ അയാളെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? 20-21 വയസ്സുള്ള ഒരാളായിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അപ്പോൾ ലാൽ വാസ് അറൗണ്ട് 40. ആ സമയത്ത് 40 വയസ്സായി കഴിഞ്ഞില്ല ലാലിന്. ഞാൻ പറഞ്ഞു വേറൊരു കഥ അന്വേഷിക്കുക. അങ്ങനെ ഞങ്ങൾ വേറെ കഥകൾ നോക്കി ലാലിന് വേണ്ടിയിട്ട്. അപ്പോൾ ലാൽ പറഞ്ഞ് പെട്ടെന്ന് തുടങ്ങണം നമുക്ക് എന്നുള്ള രീതിയിൽ ലാലിൻ്റെ ഭാഗത്ത് പ്രഷർ വന്നു. അങ്ങനെ രഘുവിനെ വിളിച്ചു. രഘുവും പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഇതൊരു എക്സ്-സ്റ്റുഡൻ്റ് ആക്കാം. ഇയാൾ ഇപ്പോൾ കോളേജിൽ നിന്ന് പണ്ട് പുറത്താക്കപ്പെട്ട ഒരാളെന്ന രീതിയിൽ അങ്ങനെ കഥ അതിലൊരു മാറ്റം വരുത്തി ഈ ഇപ്പോഴത്തെ കഥയിലേക്ക് വന്നു. പക്ഷെ അപ്പോൾ നമ്മളുടെ ഒരു ബാധ്യത എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കൊമേഴ്ഷ്യൽ ലാല് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടോൺ മാറണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കൊമേഴ്ഷ്യൽ തന്നെ ആക്ഷനും ഹ്യൂമറും ഒക്കെ വേണമെന്നുള്ള നമ്മളുടെ ഒരു മിസ്കൺസെപ്ഷനാണ് ശരിക്കും. നമ്മൾ അങ്ങനെ ചിന്തിച്ചു, കൺവെൻഷനലായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു രീതി. അങ്ങനെയാണ് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ക്യാരക്ടറും ചെറിയ 2-3 ഫൈറ്റും ഒക്കെ അതിനകത്ത് വന്നത്. നമ്മളിപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ചേഞ്ചിനോട് ഞാനും രഘുവും പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ വി വർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. കാരണം മോഹൻലാൽ ഇൻക്ലൂഡ് ചെയ്ത് സിനിമ ചെയ്യേണ്ട ഒരു സാഹചര്യമായിപ്പോയി. അങ്ങനെയാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞ് തിയേറ്ററിലെത്തിയപ്പോഴത്തേക്ക് അത് സെറ്റ് ബാക്ക് ചെയ്തു, തിരിച്ചു അടിച്ചു. ഇപ്പോൾ റീ റിലീസ് വന്നപ്പോഴത്തേക്ക് അന്ന് പറ്റിയ തെറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അതിൻ്റെ ഒരു കഥയ്ക്ക് ആവശ്യമില്ലാത്ത ആ സീൻസ് മുഴുവൻ എടുക്കും. അതുകൊണ്ടാണ് അമ്പിളിച്ചേട്ടൻ്റെ ജഗദീഷ് ശ്രീകുമാർ ആ സിനിമയിൽ ഇപ്പോൾ ഇല്ല. അതിനകത്ത് ആ തുടക്കത്തിൽ ഒരു ഫൈറ്റും അതുകൊണ്ട് അതെല്ലാം കളഞ്ഞു. ഏകദേശം 36 മിനിറ്റ് അതിനകത്ത് നിന്ന് കുറച്ചിട്ടാണ് പുതിയ വേർഷൻ. അതും ആ സക്സസിനൊരു കാരണമായി. കാരണം ആൾക്കാർക്ക് കൃത്യമായിട്ട് കഥ ഫോളോ ചെയ്യാൻ പറ്റും. അതിന് ഡൈവേർഷനൊന്നുമില്ല. എന്താണ് എക്സ്പെക്ട് ചെയ്തത് അത് തന്നെയായിരുന്നു പിന്നീട്. അതെ, അതുകൊണ്ട് അത് ഞാൻ ആ എഡിറ്റിംഗ് നടത്തി ഈ 36 മിനിറ്റ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടവർ ഫൈനൽ പോർഷനിലെത്തി ഫൈനൽ ഔട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പറഞ്ഞു കറക്റ്റായി. അന്ന് ഇത് മതിയായിരുന്നു എന്ന് ഉള്ള ഒരു ചിന്തയുണ്ടായി എല്ലാവർക്കും. പക്ഷെ അത് സംഭവിച്ചു പോയല്ലോ, ഈ കറക്ഷനിലല്ലോ. ഈ പുതിയ വേർഷനെ അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ മറ്റു ക്യാരക്ടേഴ്സ് ജയപ്രദ മാമിന്റെ ഒക്കെ എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് ഒക്കെ? ജയപ്രദയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ പലരെ ആലോചിച്ചു. ഞങ്ങൾ ആദ്യം എത്തുന്നത് രേഖയിലേക്കാണ്. ചിന്തിച്ചത് രേഖയെക്കുറിച്ചാണ്, ഹിന്ദി നടി രേഖ. അപ്പൊ അവര് എപ്പോഴും യങ് ആയിട്ടിരിക്കുന്ന ഒരു ആക്ടറാണല്ലോ. ഈ 2 വേർഷനും അവരെ കൊണ്ട് യങ്ങും ഓൾഡും ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അവരെ പോയി കണ്ടു. ഞാനും സിയാദ് കോക്കറും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ പോയി അവരെ കണ്ടു, അവരോട് കഥ പറഞ്ഞു. അപ്പോൾ അവരുടെ ചില ടൈം എന്താണ് വർക്കിംഗ് സ്കെഡ്യൂള് നമുക്കിവിടെ മാച്ച് ആകത്തില്ല. അവർ 6 മണിക്ക് ശേഷം വർക്ക് ചെയ്യത്തില്ല, നൈറ്റ് വർക്ക് ചെയ്യത്തില്ല. മോർണിംഗ് 9 to 6 അവർ വർക്ക് ചെയ്തോളൂ. അപ്പം നൈറ്റ് സീൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഇൻഡോർ ചെയ്യണം, അത് പറ്റത്തില്ല. ഈ സിനിമയ്ക്ക് അത് പറ്റില്ല. അല്ലെങ്കിൽ നൈറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പകൽ വർക്ക് ചെയ്യത്തില്ല. ഇതൊക്കെ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. മലയാള സിനിമയ്ക്ക് അത്ര അത് അഫോർഡബിൾ അല്ല. ഈ പകൽ മുഴുവൻ വർക്ക് ചെയ്യുക, രാത്രി വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ഡേയ്സ് കൂടും. അപ്പോൾ അത് നമ്മൾ
ആ ഒരു കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ പലരെ ആലോചിച്ച കൂട്ടത്തിലാണ് പെട്ടെന്ന് ജയപ്രദയിലേക്ക് വന്നത്. അങ്ങനെ ജയപ്രദയെ പോയി കണ്ടു. അവരപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഥ. അവർ ഒരു കണ്ടീഷനും ഇല്ല, അവർ ചെയ്തു, റെഡിയായിരുന്നു. ബാക്കി ഓരോ ക്യാരക്ടേഴ്സ്, മുരളിയുടെ ക്യാരക്ടറൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാണ് ആരാണ് വേണ്ടതെന്ന്. ഇപ്പം മുരളി പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിളിച്ചാൽ വരുന്ന ആളാണ്. അതുകൊണ്ട് പിന്നെ അത് ബാക്കി കാസ്റ്റിംഗ് ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാലും നമ്മൾ ലാലേട്ടൻ എന്ന വ്യക്തിനെ, ഒരു നടനെ നമ്മൾ പറയുന്നത് വിരലുകൾ പോലും അഭിനയിക്കും എന്ന രീതിയിലാണ്. അപ്പൊ ലാലേട്ടൻ വിശാൽ കൃഷ്ണമൂർത്തി ആയപ്പോൾ എത്രത്തോളം ഒരു ലാലേട്ടൻ എന്നുള്ള മോഹൻലാൽ എന്ന വ്യക്തിയിൽ നിന്ന് എത്രത്തോളം ദൂരെ സഞ്ചരിച്ചു എന്നാ തോന്നിയത്? ഇതിൻ്റെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ സമരൻ ബദ്രഹ്മാൻ്റെ ഷൂട്ടിന് മുമ്പുണ്ടായിരുന്ന അതേ ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ ആയിരുന്നു ലാൽ ആ സമയത്ത്. ലാൽ ഇതുപോലെ താടിയൊക്കെ വളർത്തി ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ബോഡിയൊക്കെ ഒന്ന് കുറച്ച് വരുന്ന സമയത്താണ് അത് കഴിഞ്ഞ് നേരെ ഈ ഷൂട്ട് വരിക. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസന്റ് പോർഷൻസ്, അതായത് ഇയാളുടെ ഫ്ലാഷ് ബാക്സിന് മുമ്പ് പ്രസന്റ് പോർഷൻസ് തീർക്കുക. അതായത് തുടക്കത്തിലുള്ള ആ കോൺസേർട്ട്, പിന്നെ എൻഡിലുള്ള ആ 2 പോർഷനും ആദ്യം ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആദ്യമേ അയാൾ താടി പഠിക്കാതെ താടിയോടുകൂടി തന്നെ ലാലിൻ്റെ ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തു. എന്തരോ മഹാനുഭാവലു ഷൂട്ട് ചെയ്തു. അത് ഇവിടെയും എറണാകുളത്തും ആലപ്പുഴയിലും ഊട്ടിയിലും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെരി എൻഡ് പോർഷനുണ്ട്, ഇയാളുടെ കൺക്ലൂഡിങ് പോർഷനുണ്ട്. ഇയാൾക്ക് കിട്ടിയ ആ ഒരു ട്രോഫി ഉണ്ട് അവിടെ 7 ബെൽസിന് മുമ്പിൽ വെക്കുന്ന പോർഷനും ഷൂട്ട് ചെയ്തു. അപ്പം തുടക്കവും അവസാനവും ഷൂട്ട് ചെയ്തു. അതിനുശേഷമാണ് പുള്ളി ഷേവ് ചെയ്ത് താടി മാറ്റി നോർമലായിട്ട് വന്നത്. അത് ഒരു വിധത്തിൽ അത് ഭയങ്കര ഗുണമുണ്ട്. കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു റെനൗണ്ട് മ്യൂസിഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരു ലുക്ക് കിട്ടി തുടക്കത്തിൽ. അവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ഇയാൾ ഇങ്ങനെ ഒരാളാണ്. ലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ലാൽ അങ്ങനെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തോ നിത്യജീവിതത്തിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ലാല് നിത്യജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ സ്ക്രീനിൽ ഏറ്റവും ഭംഗിയായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പോസിങ്ങിന്റെ കാര്യം വന്നപ്പോഴും അദ്ദേഹത്തിന് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ആ ബാൻഡ് കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ കൃത്യമായിട്ട് ഇയാൾ ഇതാണ് പണി, ഇയാൾക്ക് ഇതായിരുന്നു പണി എന്ന് തോന്നുന്ന രീതിയിൽ പുള്ളി അത് ചെയ്തു. ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ എന്തരോ മഹാനുഭാവലിന്റെ ഓർക്കസ്ട്രയിൽ വെച്ചിട്ടുള്ള കണ്ടക്ടിങ് പോർഷനാണ് ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം പുള്ളി നമ്മളെക്കാളും പെർഫെക്റ്റായിട്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് അത് ചെയ്യാണ്. അത് മോഹൻലാലിനെ സംബന്ധിച്ചോളം എപ്പോഴും സംഭവിക്കുന്നത്, അത് പ്രത്യേകിച്ച് പറയാൻ അത്ഭുതകരമായി പറയേണ്ട കാര്യമില്ല, അതൊരു നോർമൽ കാര്യമാണ്. ഏത് ക്യാരക്ടർ കൊടുത്താലും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ളത് വെരി നോർമൽ തിങ്, ഒരു ഇൻബിൽറ്റ് ടാലന്റ് ആണല്ലോ. അതെ. അപ്പൊ എന്തായാലും അന്ന് വരെ ആരും പരീക്ഷിക്കാത്ത ഒരു ആശയമായിരുന്നു അത്. അപ്പൊ അത് അത്ര ഒരു പരീക്ഷണത്തിലേക്ക് മുന്നോട്ടേക്ക് പോവാം എന്ന കാരണത്തിനായ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ എന്തെങ്കിലും ഉണ്ടാവോ? 2000 ചെയ്തപ്പോഴും ഇത് പുതിയ തോട്ടാന്ന് പറയില്ല. 83 അപ്പൊ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? 83 നമ്മുടെ ഒരു 17 വർഷങ്ങൾക്ക് മുമ്പേ ഈ തോട്ട് വന്നിരുന്നെങ്കിൽ അത് തിയേറ്ററിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ പുതിയ ആൾക്കാരായിരുന്നു. ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി പ്രോട്ടോഗണിസ്റ്റായിട്ട് വരികയും മറ്റു റോളുകളിലേക്ക് അന്ന് നമ്മൾ നസറുദ്ദീൻ ഷായും മാധവിനെയാണ് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അവിടെ വരെ ഒന്നും എത്തിയില്ല, അതിനുമുമ്പ് പ്രോജക്റ്റ് നിന്നുപോയി. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ആൾക്കാരെ തിയേറ്ററിൽ ഞെട്ടിക്കുന്ന സിനിമയായിരിക്കും അത് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഒരു ഡയറക്ടറെ സംബന്ധിച്ചുള്ള ഒരു എൻട്രി ഫിലിം എന്ന് പറയുന്നത് അതിനേക്കാളും വലുത് ചെയ്യാനില്ല. ഒരുപക്ഷെ പിന്നീട് അത് എനിക്ക് ലൈബിലിറ്റിയായി മാറിയേക്കാം. ആദ്യത്തെ പ്രതീക്ഷയ്ക്ക് പിന്നെ അതിനൊപ്പിച്ച് സിനിമ ചെയ്യാന്നുള്ളത് വലിയ ചലഞ്ചല്ല. ആദ്യം ഭയങ്കര ഒരു ഗംഭീര സക്സസ് കൊടുത്താൽ അതിനോട് മാച്ച് ചെയ്യുന്ന പിന്നെ ഒരു സിനിമ ഉണ്ടാകുക എന്നുള്ളത് എപ്പോഴും ഞാൻ പറയാറുള്ളത് ഒരു കാര്യം. ഫസ്റ്റ് ഫിലിം എനിവൺ ക്യാൻ ഡു. കാരണം നമ്മുടെ കുറേ മരുന്നുണ്ടാവും, അതങ്ങ് കത്തിച്ച് തീരും. രണ്ടാമത്തെ പടത്തിനുള്ള മരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒറ്റ വെടിക്കുള്ള മരുന്ന് എല്ലാവർക്കും ഉണ്ടാവും, രണ്ടാമത്തെ വെടിക്കും മരുന്നുണ്ടാവാനാണ് മിടുക്കൻ, അവരാണ് സർവൈവ് ചെയ്യുന്നത്. അതാണ് എപ്പോഴും ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു റിയൽ
ഒരു ആളുടെ ടാലൻറ്റ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ സിനിമയിൽ അയാൾക്ക് അയാളുടെ പ്രസൻസ് തുടരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, സർവൈവ് ചെയ്യാന്നുള്ളതാണ്. സർവൈവ്. അപ്പൊ ഇനി സിനിമയുടെ ഗാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗാനങ്ങളെല്ലാം തന്നെ വിദ്യാസാഗർ മാജിക്കൽ ടച്ച് ആണ്. ശരിക്കും ആ ഒരു സെന്റൻസ് തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹത്തിലുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് തോന്നിയത്. അപ്പൊ സിനിമയിലെ ആ ഒരു സോങ്സിന്റെ ഒക്കെ പ്ലേസ്മെന്റ് അത് എത്രത്തോളം ഗുണകരമായിരുന്നു? ഈ സിനിമയുടെ ഒരു മ്യൂസിക്കിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് തന്നെ വളരെ നേരത്തെയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാനും രഘുവും കൂടെ ഇവിടെ ഒരു എറണാകുളത്തിരുന്നത് എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വിദ്യാസാഗറിനെ വിളിച്ചു വരുത്തി ഇവിടെ വന്ന് നമ്മൾ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അദ്ദേഹത്തെ കേൾപ്പിച്ചു. കാരണം അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കൂടെ കിട്ടുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചു, കഥ കേട്ടു, മ്യൂസിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ ഈ ഒരു ഒരു എന്തൊരു മഹാനുഭാവരും എന്ന് പറയുന്ന ഒരു കമ്പോസിഷനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ അവിടെ വെച്ചാൽ നടക്കുന്നത്. അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷമാണ് ഷൂട്ടിങ്ങിലേക്ക് പോവുകയും മ്യൂസിക് കമ്പോസിങ്ങിലേക്കൊക്കെ പോകുന്നത്. എന്തൊരു മഹാനുഭാവലുവിനെ പറ്റി വിദ്യാസാഗർ തന്നെ പറയുന്നത് ഇത്രമാത്രം സമയമെടുത്ത് നൊട്ടേഷൻസ് എഴുതി 1 മാസത്തോളം ആ പാട്ടിന് വേണ്ടി മാത്രം അദ്ദേഹം നൊട്ടേഷൻസ് എഴുതാൻ വേണ്ടി മാത്രം എടുത്തു എന്നുള്ളതാണ്. അതൊരു കർണാട്ടിക് വെസ്റ്റേൺ ഫ്യൂഷനാണത്. ശരിക്കും അത് കർണാട്ടിക് ആണ് ബേസിക്കലി. അതിലേക്ക് ഒരു വെസ്റ്റേൺ ഫ്യൂഷൻ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ബ്രില്യൻസ് ഉണ്ട്. അപ്പോൾ അതിന് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അത് അദ്ദേഹം തന്നെ ചെയ്തു. അതിൻ്റെ ബേസ് ഇങ്ങനെ ആയിരിക്കും എന്ന് മാത്രം നമ്മുടെ അടുത്ത് പറഞ്ഞു. അത് നിലവിലുള്ള ട്യൂൺ തന്നെയാണ് എന്തൊരു മഹാനുഭാവരും. പിന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർക്കസ്ട്രേഷനിൽ വരാൻ പോകുന്ന ആ ഒരു ഫ്യൂഷൻ മൂഡാണ്. അത് അദ്ദേഹം തന്നെ ചെയ്യണം, നമുക്കൊന്നും ചെയ്യാനില്ല. കമ്പോസ് ചെയ്യാനായിട്ട് മറ്റു പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം ഇവിടെ വന്നു, എറണാകുളത്ത് വന്നിട്ട് ഞങ്ങൾ ഞാൻ ഇവിടെ എറണാകുളത്തൊരു വീട്ടിലായിരുന്നാണ് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹം വന്ന് താമസിച്ചു. അവിടെ വെച്ചിട്ടാണ് ബാക്കി പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ വന്നു രാവിലെ എത്തി. അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഒന്നും കൂടെ. അപ്പോൾ അതേപോലെ അപ്പോൾ അന്ന് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ രേഖയെ കാണാൻ വേണ്ടി ബോംബെ പോകണം, ഞാനും ചെയ്യാതെ. ഞങ്ങളുടെ ഫ്ലൈറ്റ് കണ്ട ഒരു 11 മണിക്ക് കണ്ടു. അദ്ദേഹം രാവിലെ വന്നു, റെഡിയായി. ഞങ്ങളൊരു 1/2 മണിക്കൂർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമയമായി. ഞാനങ്ങനെ എൻ്റെ പോകാനുള്ളതായിട്ട് റെഡിയാകാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്സ്റ്റേഴ്സിലുള്ള റൂമിൽ പോയി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ താഴെ വരുമ്പോഴത്തേക്കും വിദ്യ പറഞ്ഞ് സിബിജി പോകുന്നതിന് മുമ്പ് ഒരു ട്യൂണായിട്ടുണ്ടാവുന്ന കേട്ടിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകാൻ റെഡിയായിട്ട് പെട്ടിയായിട്ട് നിൽക്കുമ്പോൾ ആ പുള്ളി ഒരു ട്യൂൺ, അതാണ് പിന്നെ കരളെ നിൻ കൈപിടിച്ച അതിൻ്റെ ട്യൂൺ കേട്ടോന്നെ കൈതപ്പുറം പറഞ്ഞു ഞാനൊരു 4 വരി എഴുതിയിട്ടുണ്ട്, അതും കൂടെ കേട്ടോളാം. അപ്പം പാട്ടോട് കേട്ടു. ആദ്യം ഞാൻ ട്യൂൺ മാത്രം അങ്ങനെ മൂളി കേൾപ്പിച്ച് കൈതപ്പുറം ആദ്യത്തെ 4 വരി എഴുതി. അപ്പം ഞാൻ ഇത് ഒരു പ്രശ്നമില്ല, അതങ്ങ് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. ഞാൻ പോയിട്ട് ഞാൻ നാളെ വരും, അപ്പം നമുക്ക് ബാക്കി കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു 15 മിനിറ്റ് 1/2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ആ പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് അതിൻ്റെ പല്ലവി റെഡിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. എഴുത്തും ട്യൂണുമായി കഴിഞ്ഞു. പിന്നെ അതേ പിടിച്ചവർ കയറിക്കോളും. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പാട്ടുകളും ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും മുകളിലുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് വിദ്യാസാഗറിൻ്റെ ഭാഗത്തു നിന്നും കൈതപ്പുറത്തിൻ്റെ ഭാഗത്തുനിന്നും. രണ്ടുപേരും. എൻ ജീവന എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അതിനകത്ത്, മറ്റേ ഫീമെയിൽ വോയിസിൽ. പൂവേ പൂവേ പൂവയുടെ ഒരു പശ്ചാത്തലം നടന്നത് ഞാനിത് തമിഴിൽ ചെയ്യാൻ നേരത്ത് ഞാനത് തമിഴ് പടത്തിൻ്റെ ടൈറ്റിൽ നൻപാ എന്നായിരുന്നു. ഏത് സമ്മർ ഇൻ ബെത്ലഹേമിൻ്റെ തമിഴ് ചെയ്യാനായിട്ട് ഇരുന്നിരുന്നത്. അതിന് ആ പടത്തിൻ്റെ പേര് നൻപാ എന്നായിരുന്നു. നൻപാ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, 2 ഫ്രണ്ട്സിൻ്റെ കഥയാണ്. അപ്പം അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു ആ കഥയിൽ, ആ സിനിമയിൽ, തമിഴ് സിനിമയിൽ. ആ നൻപ എന്ന പാട്ടിന്റെ ട്യൂൺ എടുത്തിട്ടാണ് പൂവേ പൂവേ ആക്കി ഇവിടെ ഇട്ട് മാറ്റിയത്. വൈരമുത്ത് എഴുതിയാണ് നൻപ. അത് പക്ഷെ പടം നടക്കാത്തതുകൊണ്ട് അതങ്ങ് ഷെൽവ് ചെയ്തു. പ്രത്യേകം മലയാളത്തിലേക്ക് ഞാൻ ആവശ്യപ്പെട്ടു ആ ട്യൂൺ ഇങ്ങോട്ട് എടുത്തോടെ. അങ്ങനെ അത് കൈതപ്പുറം പൂവേ പൂവേ ആക്കി മാറ്റി അത് ഉപയോഗിച്ചു. അങ്ങനെ ഓരോ പാട്ടുകളും ഇതുപോലെ ഒന്നൊന്നായിട്ട് കമ്പോസ് ചെയ്ത് വന്നിട്ടാണ്
അപ്പോൾ പാട്ടുകളില്ലാതെ ആ സിനിമയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല. കാരണം പാട്ടാണ് അതിൻ്റെ അടിസ്ഥാനം ഒരു അല്ലേ? വലിയൊരു കോർ എന്ന് പറയുന്നത്. അതില്ലാതെ ആ പാട്ട് ആ സിനിമ നിൽക്കത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ദേവദൂതനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും ആ പാട്ടെല്ലാം തന്നെ ഇങ്ങനെ ബ്രെയിനിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ ടച്ച് കൊടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നോ? ഇത് കാരണം ഇതിനകത്തുള്ള ഇമേജറീസും കാര്യങ്ങളൊക്കെ കുറച്ചൊരു കേരളീയമല്ല. മലയാളത്തും മലയാളികൾക്കൊരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് അറിയാം. നമ്മൾ ഫോർട്ട് കൊച്ചിയിലായാലും തങ്കശ്ശേരിയിലായാലും കണ്ണൂരിലൊക്കെ ഉണ്ട് ആംഗ്ലോ ഇന്ത്യൻ ഒരു പ്രസൻസ് അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ പാട്ടുകളുടെ സ്വഭാവവും മ്യൂസിക്കിന്റെ സ്വഭാവവും ക്യാരക്ടേഴ്സ് ഈ ചേർച്ചും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ പക്ക മലയാളിയുമല്ല പക്ക വെസ്റ്റേണും അല്ലാത്തൊരു അറിയാവുന്ന ഒരു കൾച്ചറിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യണം. അത് കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഷൂട്ട് ചെയ്താലും അത് കൺവിൻസിങ് ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഊട്ടി എടുത്തത് ഒരു ഇമാജിനറി. അത് ഊട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് വാഗമണ്ണോ അതൊക്കെ ഉള്ളത്. പക്ഷേ ഈ അങ്ങനത്തെ സ്ട്രക്ചർ ഒരു ബ്രിട്ടീഷ് സ്വഭാവമുള്ള സ്ട്രക്ചേഴ്സും ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അത് ആൾക്കാർക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാതെ പോകുന്ന കാര്യമില്ല. അല്ല, നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ക്യാരക്ടേഴ്സിനൊക്കെ ആ പേരും കാര്യങ്ങളൊക്കെ വന്നത്. മറ്റേ പക്ക ഇന്ത്യനുമാണ്. വിശാൽ കൃഷ്ണമൂർത്തി ഇന്ത്യനുമാണ്. അല്ലെങ്കിൽ മറ്റേ കാമുകനായിട്ട് ഉള്ള ക്യാരക്ടറും നിഖിൽ മഹേശ്വർ, അതൊക്കെ പക്ക ഇന്ത്യൻ നെയിംസ് ആണ്. നിഖിൽ മഹേശ്വർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യനാണ്, വിശാൽ കൃഷ്ണമൂർത്തി സൗത്ത് ഇന്ത്യനാണ്. മറ്റൊരു നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ഒരു പേരാണ്. എന്തായാലും ഒരു വ്യത്യസ്തമായൊരു പ്രണയകഥയുടെ ദൃശ്യാവിഷ്കാരം തന്നെയാണ് ദേവദൂതൻ എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ പ്രാവിനെ ഒരു മെറ്റഫറായിട്ട് തന്നെ യൂസ് ചെയ്തായിരുന്നോ? പ്രാവിന്റെ ഒരു പ്ലേസ്മെന്റ് എങ്ങനെയായിരുന്നു? നമ്മൾ അതിനൊരു കാരണം എന്ന് വെച്ചാലേ, ക്രിസ്ത്യൻ ബിലീഫിൽ ഹോളി സ്പിരിറ്റിനെ ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ജീസസ് ക്രൈസ്റ്റ് വന്ന് സ്നാനം എടുത്തപ്പോൾ ബാപ്റ്റൈസ് ചെയ്യപ്പെടും. ഒരു പ്രാവ് ഇറങ്ങി വന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ മുകളിൽ ഒരു പ്രാവ് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ആ ഒരു മെറ്റഫറിനെയാണ് നമ്മൾ ഇതിലേക്ക് പ്ലേസ് ചെയ്തത്. ഹോളി സ്പിരിറ്റിൻ്റെ ഒരു സ്പിരിറ്റിൻ്റെ പ്രശ്നം, ഹോളി സ്പിരിറ്റിൻ്റെ അല്ല, ഒരു സ്പിരിറ്റിൻ്റെ പ്രാവിൻ്റെ രൂപമാണ്. അപ്പോൾ ആ ഒരു അതിനെയാണ് നമ്മൾ ഇതിനകത്തൊരു മെറ്റഫറായിട്ട് കൊണ്ടുവന്നത്. അത് എവിടെയൊക്കെയും ഈ നിഖിൽ മഹേശ്വരൻ്റെ പ്രസൻസ് വരുന്നു, ആ പ്രാവിലൂടെയാണ് അവിടെ നമ്മൾ ആ പ്രസൻസിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ ചിറകടി ശബ്ദം, അതിൻ്റെ മുകളിൽ അതിൻ്റെ വിഷ്വൽ പ്രസൻസ് ഒക്കെ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഒരുപാട് ലെജൻഡ്സ് ഒരുമിച്ചൊരു സിനിമയാണ് ഈ ഒരു ദേവദൂതൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ സാറ്, അതുപോലെ തന്നെ മ്യൂസിക് എന്ന് പറയുന്നത് വിദ്യാസാഗർ സാറ്, ഒപ്പം ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സന്തോഷ് തുണ്ടിയിൽ. അങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ചൊരു ഇടം തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? സന്തോഷ് തുണ്ടിയിൽ ഇതിനകത്ത് വരാൻ കാരണം, ഇതിനു മുമ്പ് അതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത സിനിമ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറമാനായിരുന്നു സന്തോഷ് തുണ്ടി. അപ്പോൾ സന്തോഷ് അതിന് മുമ്പ് വേണു എന്ന് പറയുന്ന ക്യാമറമാൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഞാനും വേണുമായിട്ട് ചെയ്ത സിനിമയിലൊക്കെ സന്തോഷ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ സന്തോഷിൻ്റെ ഒരു ടാലൻറ്റിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രണയവർണ്ണങ്ങൾ വന്നപ്പോൾ ഞാൻ സന്തോഷിനെ അതിലേക്ക് വിളിച്ചു. സന്തോഷം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സന്തോഷം ഹിന്ദിയിൽ നിന്നൊരു വലിയ ഓഫർ വന്നു, കൊച്ചു കൊച്ചു വാക്കായ ഓഫർ വന്നപ്പോഴത്തേക്ക് പുള്ളി അതിലേക്ക് പോയി. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ ബാക്കി അദ്ദേഹത്തിൻ്റെ മറ്റ് അസിസ്റ്റൻസാണ് ചെയ്തത്. ഈ സിനിമ വന്നപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ആദ്യത്തെ വന്ന പേര് സന്തോഷ് തന്നെയാണ്. പിന്നെ വിദ്യാസാഗർ ഓഫ് കോഴ്സ്. അങ്ങനെ ഓരോരുത്തരും ഏറ്റവും നല്ല ഒരു കാസ്റ്റിങ്ങിലേക്കും ഏറ്റവും നല്ല ഒരു ടെക്നിക്കൽ ക്രൂവിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്തത് സോറി ടു ആസ്ക്, എന്തായാലും ഇത്രയും വലിയൊരു ക്രൂ ഉണ്ടായിട്ടും അങ്ങനെ ആ ഒരു ചിത്രത്തിന്റെ പരാജയം ഉൾക്കൊണ്ടിരുന്നോ? എങ്ങനെയായിരുന്നു ഇത്രയും വലിയ ക്രൂ ഉണ്ടായിട്ടും? അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് ഭയങ്കര സെറ്റ് ബാക്കാണ്. നമ്മൾ ഏതാണ്ട് 17 വർഷം കൊണ്ട് നടന്നൊരു കഥ നമ്മളത് മെറ്റീരിയലൈസ് ചെയ്തപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അത് സംഭവിച്ചപ്പോൾ നമ്മുടെ വലിയ ഒരു സ്വപ്നമില്ല. ഇത്രയും കാലം നമ്മൾ വലിയ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന സ്വപ്നം പെട്ടെന്ന് ഒരു നോൺ ഷോയിൽ പൊട്ടി താഴെ ചിതറിപ്പോയല്ലേ. അത് നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്തു. വല്ലാതൊരു ഞാൻ വിഡ്രോവൽ അവസ്ഥയിലേക്ക് ഞാൻ പോയി സിനിമയിൽ നിന്ന് മാറാനായിട്ടൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ 24 വർഷത്തിന് ശേഷം അതിനൊക്കെ തിരിച്ച് കിട്ടി എന്നുള്ളതാണ്.
തീർച്ചയായും. ഈ ഒരു സിനിമയിലെ ഒരു ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്? ഒരുപാട് സീനുകൾ ഇഷ്ടപ്പെട്ടതാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിനെല്ലാം നമുക്ക് ഇങ്ങനെ എന്താണ് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ സിനിമകളും അങ്ങനെ ആവണമെന്നില്ല. ചില സിനിമകൾ നമ്മൾ വളരെ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. എനിക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് എൻ ജീവനെ പാട്ടെന്ന് പറയുന്ന എൻ്റെ വിഷ്വലൈസേഷൻ എനിക്ക് ഇഷ്ടമാണ്. അവർ മാത്രമേ ഉള്ളൂ അതിനകത്ത്. മറ്റേ നമ്മുടെ ജയപ്രദ ആണ് അതിനകത്ത് കൂടുതലുള്ളത്. അവർ ആ പാട്ടിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ പിയാനോയുടെ മുമ്പ് ലാസ്റ്റ് ആ പാട്ടിൻ്റെ എൻഡിൽ ഈ 7 ബെൽസ് ഉള്ള റൂമിലേക്ക് ചാപ്പലിലേക്ക് കയറി വന്നിട്ടുള്ള അവരുടെ ഒരു വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു മൂഡാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം. ആരോ ആ പാട്ടിലൂടെ അവർ അയാളുടെ പ്രസൻസ് അറിയുന്നുണ്ട്. അയാൾ പ്ലേ ചെയ്ത ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുമ്പിൽ അവർ നിൽക്കുകയാണ്, അയാളെ കാണുന്നില്ല എന്ന് പറയുന്നൊരു ഒരു റൊമാൻസിൻ്റെ ഏറ്റവും പെയിൻഫുള്ളായിട്ടൊരു അവസ്ഥയാണത്. അങ്ങനെ ഒരുപാട് സീനുകൾ, ഓരോന്നും നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല. എല്ലാം ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നിനെ മാത്രമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കരളയനിൻ കൈ പിടിച്ചാൽ പാട്ട്, അത് മെയിൻ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് ലിമിറ്റേഷൻസിലാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഫുൾ ക്രൂ ഇല്ല നമ്മുടെ കൂടെ, കാരണം രണ്ടാമത് പോയി ചെയ്തതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് മൊത്തം അതിൻ്റെ ഒരു നേച്ചറൊന്ന് മാറി കിട്ടണം. നമ്മൾ പ്രസൻറ്റിൽ ഷൂട്ട് ചെയ്ത് അതേ നേച്ചറിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനൊരു വിഷ്വൽ ഡിഫറൻസ് ഉണ്ടാകത്തില്ല. അപ്പം ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് പോയി. അപ്പോഴത്തേക്ക് അവിടുത്തെ നേച്ചർ പൂർണ്ണമായിട്ട് മാറി, കളറും എന്താണ് പൂക്കളൊക്കെ ഒരുപാട് വന്നു തുടങ്ങി, ഗ്രാസൊക്കെ കുറച്ചുകൂടെ ഗ്രീൻ ആയി, അങ്ങനെയൊക്കെ പറയുന്നൊരു അതൊക്കെ അങ്ങനെയൊക്കെ അതിനുവേണ്ടിയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. എന്തായാലും സാർ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്ന്. അപ്പോൾ 24 വർഷങ്ങൾക്ക് ഇപ്പുറം വിജയം കൈവരിച്ചപ്പോൾ ആ ഒരു മൊമെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, ഒരു നമ്മൾ ഇതിൻ്റെ ഒരു റിസൾട്ട്, നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വർക്കാവും, ആൾക്കാർ ചെയ്യണം. പുതിയ ജനറേഷൻ അതിനെ കാത്തിരിക്കുകയാണല്ലോ. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അവരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്വീകരിക്കപ്പെടും എന്നുള്ളതിനകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആ തിയേറ്ററിൽ ഇറങ്ങിയ ദിവസം തൊട്ട് അതിൻ്റെ ഓരോ ദിവസവും അതിന് കിട്ടുന്ന റെസ്പോൺസുകൾ, നമ്മളൊരു പുതിയ പടം, ഫ്രഷായിട്ടൊരു പടം ഇറങ്ങിയ അതേ രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലായാലും പേഴ്സണലായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാലം കാത്തുവെച്ച ഒരു മധുരപ്രതികാരം തന്നെയായിരുന്നു ഈ ഒരു ദേവദൂതൻ എന്നൊരു മൂവി. കാലം എത്ര കഴിഞ്ഞാലും ഇനി വരും തലമുറയും ഒക്കെ നെഞ്ചോട് ചേർക്കാൻ പോകുന്ന ഒരു മൂവി തന്നെയാണ് ദേവദൂതൻ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.